ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ചെയ്യണത്. പിന്നെ വേറെ ഒന്നുമല്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ കുട്ടികളെ കിട്ടില്ല വീഡിയോ. ഇപ്പോൾ നമുക്ക് എടുത്തു തരാൻ പറയാനോ എഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാലോ അവരെ സൗകര്യം പോലെ നമുക്ക് കിട്ടില്ല പണ്ടത്തെ പോലെ. അവരെ സൗകര്യം പോലെ എന്ന് വെച്ചാൽ അവരെ മൂഡ് പോലെ ചിലപ്പോൾ ആന്ന് പറയും, ചിലപ്പോൾ ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനും പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വെച്ചാൽ ഇത്തിരി റിസ്ക്കാണ്. അതിനുള്ള ക്ഷമ ചിലപ്പോൾ കിട്ടില്ല എനിക്ക്. പിന്നെ ഞാൻ ഓർക്ക് എന്താണെന്നറിയോ, പുതിയൊരു സ്റ്റാൻഡ് മേടിക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്നു സ്റ്റാൻഡ്, പക്ഷേ പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്തു. പിന്നെ മൈക്ക് ഉണ്ടായിരുന്നു പണ്ട്, അതും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളവിടെ പണ്ട് ചെറിയ പട്ടിക്കുട്ടിയുള്ള സമയത്ത് അത് കടിച്ചു പൊട്ടിക്കുക എന്തോ ചെയ്തിട്ട് മൈക്കും പെട്ടെന്ന് തന്നെ കേടായിപ്പോയി. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നല്ല രീതിക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് എടുക്കാണ്ടാവും വീഡിയോ. പിന്നെ ഓർക്കും, അയ്യോ കുറേ കാലം ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് നിന്നാലും ശരിയാവില്ലല്ലോ, എന്തായാലും വീഡിയോ ഇടണ്ടേന്ന് വെച്ചിട്ട് ചിലപ്പോഴൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കും. പക്ഷേ എനിക്കത് ചിലപ്പോൾ എഡിറ്റ് ചെയ്തിടാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനൊരു 2 ആഴ്ച ആയിട്ടുണ്ട് ഏകദേശം എടുത്ത് വെച്ചിട്ട്. 2 ആഴ്ച കഷ്ടിയാവണം. ഈ പറഞ്ഞ മാതിരി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് അതിനൊരു സമയമായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ സത്യം പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യവും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത്രയായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശബ്ദം ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. അതിങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറി മാറി ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് ചെറിയ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമുക്ക് അല്ലേ, വിശേഷങ്ങളൊക്കെ പറയാം. എന്താ പറയുക, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പണിയും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് 2 ആഴ്ച മുമ്പ് എടുത്തൊരു വീഡിയോ, 2 ആഴ്ച കഷ്ടിയാവണേ ഉള്ളൂ കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ഇലട ഉണ്ടാക്കുകയാണ്. കുറേ കാലമായി മക്കൾക്ക് ഇലട ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുൾ ടൈം വണ്ടി ഓടിക്കണതിനെ കൊണ്ട്, പിന്നെ മിക്കവാറും നൈറ്റ് ഔട്ടൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വന്നാലും മടിയാവും, കുറേ നേരം കിടന്ന് ഉറങ്ങും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ സാധാ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളും അതേപോലെ വീട്ടിലെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഞാൻ തിരക്കായി പോകും. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഇലട ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക്. കുറേ നാളായാൽ ഉണ്ടാക്കിയിട്ടെന്ന്. ഈ ഒരു ഇലട ഞാൻ ഭയങ്കര കൂട്ടുകാര്യങ്ങളൊന്നുമില്ല, ഗോതമ്പ് പൊടി ശർക്കര തേങ്ങ ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒക്കെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് പുഴുങ്ങിയെടുക്കുകയാണ് നമ്മൾ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അട ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചിയുടെ അടുത്തു നിന്നാണ്. ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചേച്ചി തലേദിവസം രാത്രി ഇലയുടെയായിരിക്കും പുഴുങ്ങി വെച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റാനും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി എളുപ്പ പണിക്ക് രാത്രി ഇതുപോലെ ഇലട ഉണ്ടാക്കി, അവരോട് എനിക്ക് തോന്നുന്നു പരുത്തിയുടെ ഇലയിലാണ് അവരുണ്ടാക്കൽ. ഞാൻ വാഴയിലാണ് ഉണ്ടാക്കണം, എനിക്ക് പരുത്തിയുടെ ഇല അങ്ങനെ കിട്ടാറില്ല. അവരെ വീട്ടിൽ ഇപ്പോഴും പണ്ടത്തെ വേലി സംഭവമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുറ്റത്ത് തന്നെ എപ്പോഴും പരുത്തിയുടെ ഇല അവർക്ക് എപ്പോഴും കിട്ടും, വട്ടയിലയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് അവിടുത്തെ എനിക്ക് എപ്പോഴും ഇഷ്ടം. നമ്മൾ ഉണ്ടാക്കണേക്കാട്ടിയും കൂടുതൽ നമുക്കൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചി അങ്ങനെയാണ് മാക്സിമം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തലേദിവസം രാത്രി ചേച്ചി പോലെ അട പുഴുങ്ങിയിടും. അപ്പോൾ കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല, ശരിക്കും ഏലക്കായൊക്കെ കൂടി ഇടണമായിരുന്നു, ഏലക്കായ ഇല്ലായിരുന്നു. അപ്പോൾ തേങ്ങയും ഗോതമ്പ് പൊടിയും ശർക്കര പാനി എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് ഇലയിൽ പരത്തി നമ്മൾ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഇങ്ങനെ ആവി കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് വാഴ ഉണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് പെരുമാറാനുള്ള വാഴ അവിടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ മുമ്പൊക്കെ ഞാനുണ്ടല്ലോ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ ചോറിനാനുള്ള പൂതി കൊണ്ട് സാമ്പാറൊക്കെ കൂട്ടി ചോറിനാനായിട്ട് ഇല മുറിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ കുറേ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ. സാമ്പാർ എപ്പോൾ വെച്ചാലും ഞാൻ ഇടയ്ക്ക് ഇലയിൽ ചോറ് തിന്നാൻ ശ്രമിക്കാറുണ്ട്. സാമ്പാറുണ്ടെങ്കിൽ ഒരു ഉപ്പേരിയും പപ്പടവും അച്ചാറും എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു സദ്യ കഴിച്ചൊരു ഫീല് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇലട പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ വൈകുന്നേരം ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാക്കിയതാട്ടോ. പക്ഷേ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 7:30-8 മണിക്ക് ആയിട്ടുണ്ട്, ഉണ്ടാക്കി തീരാനായപ്പോൾ. തുടങ്ങുമ്പോൾ തന്നെ ഒരു 7 മണിക്ക് ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഇലയൊക്കെ മുറിച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി
അതിങ്ങനെ നല്ല രീതിക്ക് പരത്തി കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇത്തിരി കട്ടിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കട്ടി കുറച്ച് പരത്തിയെടുത്ത് മാവ് നല്ലോണം ലൂസാക്കി കുഴച്ചാൽ നമുക്ക് നല്ല രീതിക്ക് പരത്തിയെടുക്കാൻ പറ്റും. പണ്ടൊന്നും എനിക്കിത് അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ തേങ്ങ പണ്ടത്തെ പോലെ തേങ്ങ വീണ് കിട്ടാറില്ല കേട്ടോ. ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയത് കൊണ്ട് മാക്സിമം എല്ലാവരും തേങ്ങ സമയത്തിന് വലിപ്പിക്കണത് കൊണ്ടായിരിക്കാം തേങ്ങ വീണ് കിട്ടാത്തത്. കിട്ടാറുണ്ട്, പക്ഷെ മുമ്പൊക്കെ തോനെ കിട്ടിയിരുന്നു. ഇപ്പോൾ വല്ല കാലത്ത് 1 2 കിട്ടിയെങ്കിലായി. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് തേങ്ങ വാങ്ങണത് കൊണ്ടേ കിട്ടുകയാണെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കും. അങ്ങനെയാണ്. പണ്ട് ചായ കച്ചവടത്തിന് പോകുമ്പോഴും തേങ്ങ എവിടെയെങ്കിലും വീണെടുക്കണുണ്ട് അപ്പം ഞാൻ വണ്ടി ചവിട്ടും. റോഡുമേലാണ്, ആരെ മുറ്റത്തും പോയിട്ടൊന്നുമല്ല. അപ്പോൾ എന്തായാലും ദേ ഇലടൊക്കെ നല്ല വൃത്തിയായിട്ട് പരത്തിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്ക് പകുതി നമ്മളൊരു സൈഡ് വേവിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചിട്ടിട്ടും ഞാൻ പിന്നെ വീണ്ടും കുറച്ച് സമയം വേവിക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഭാഗവും എനിക്ക് നല്ലതായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഇല തിന്നാനെടുക്കും, ഇല തിന്നാനെടുക്കും എന്നാണ് പറയണേ. അട തിന്നാനായിട്ട് എടുക്കുന്ന നേരത്തായിരിക്കും നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില സ്ഥലങ്ങളിലൊന്നും വേവാത്ത പോലെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും നമ്മൾ ഈ പണിയെടുത്ത് ശീലമില്ലാത്തതിനെ കൊണ്ടൊക്കെ ആയിരിക്കാം വലിയൊരു ഐഡിയ കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 2 സൈഡൊക്കെ വേവിച്ച് ഒക്കെ ആക്കിയിട്ട് പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അട, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനെ ഓട്ടം പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടയും ചായയും കഴിച്ചിട്ടാണ് ഞാൻ ഓട്ടം പോകണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.